ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ രേണു പീറ്ററാണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ഞങ്ങൾ ജോയ്സ് ടി വിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയുണ്ട്? സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കേ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ ചില പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ പ്രതിസന്ധികളെയൊക്കെയും മാറ്റി കർത്താവ് പിന്നെയും ഉടഞ്ഞതിനെ പണിയുവാൻ കഴിയുന്നവനായ കർത്താവ് പ്രിയ സിസ്റ്ററെ പണിഞ്ഞെടുത്തത് ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. സിസ്റ്ററിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. പ്രിയ കർത്താവിൻ്റെ ദാസിയെ തൻ്റെ ജീവിതത്തിന് അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനുള്ള എല്ലാ ദൈവകൃപയും കർത്താവ് കൊടുക്കണമേ. അത് കേൾക്കുന്ന ജനത്തിന് കർത്താവെ ഒരു വലിയ വിടുതലായി തീരുവാൻ പരിശുദ്ധാത്മാവ് തന്നെ സഹായിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സിസ്റ്ററിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ സിസ്റ്ററിന് ഷെയർ ചെയ്യാം. തുടങ്ങിക്കോ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം ഒരിക്കൽ വലിയ സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ചാനലിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് രേണു പീറ്റർ. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. കൃപ മറിയം പീറ്റർ, എൻ്റെ ഹന്ന എലിസബത്ത് പീറ്റർ. 2 പെൺകുട്ടികളാണ് ദൈവം വളർത്തുവാനായി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കോട്ടയത്താണ് താമസിക്കുന്നത്. സാക്ഷ്യം പറയുക എന്നുള്ളത് സത്യം പറഞ്ഞ നമ്മുടെയൊക്കെ സാക്ഷ്യങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചു നോക്കുമ്പോ സത്യത്തിൽ പറയാൻ കൊള്ളുകയില്ലാത്ത സാക്ഷ്യങ്ങളൊക്കെ അല്ലെ. നമ്മൾ തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിലോട്ട് നോക്കുമ്പോ നമുക്ക് തന്നെ ലജ്ജ വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മള് തിരിഞ്ഞ് ഒന്നും പറയാനില്ല. പക്ഷെ ഒന്നേ പറയാനുള്ളൂ, ദൈവം അതിൽ നിന്നൊക്കെ വിടുവിച്ചു. ദൈവം നമ്മളെ മടക്കി കൊണ്ടുവന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി പ്രകാരം അവൻ നമ്മളെ മടക്കി കൊണ്ടുവന്നു. ഞാനിങ്ങനെ ഒരു നടന്ന സംഭവം കേട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബൾബ് കണ്ടുപിടിച്ചതെന്ന്. ഇലക്ട്രിക് ബൾബ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ബൾബ് വളരെ നാളുകളുടെ പ്രയത്നത്തിന് ശേഷം വർഷങ്ങള് എടുത്ത് അതിന്റെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഈ അവസാനം അത് സക്സസ് ആയത്. ഒത്തിരി ജൂനിയർ സയന്റിസ്റ്റും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ഒരിക്കല് അത് സക്സസ് ആയി. അദ്ദേഹം അത് ഈ ബൾബ് ഭദ്രമായി ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി അതിന്റെ സക്സസ് നമുക്കത് പങ്കിടാം. അതിന് നിങ്ങള് ഒരാളെ പുള്ളി സെലക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നയാള് മുകളിൽ ഇരിക്കുന്ന ബൾബ് സേഫായിട്ട് താഴെ എത്തിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഇത് ഈ ജൂനിയർ സയന്റിസ്റ്റിന് ഭയങ്കര സന്തോഷമായി. അയ്യോ, എന്നെ വിളിച്ചല്ലോ, എന്നെയാണല്ലോ ഏൽപ്പിച്ചത് അത് എടുത്തുകൊണ്ട് വരാൻ. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഓടി എടുത്ത അവിടെ വെച്ചിരിക്കുന്ന ബൾബ് കയ്യിലെടുത്തു. എക്സൈറ്റ്മെന്റിൽ പുള്ളി ഓടി വരുന്ന വഴിക്ക് അബദ്ധത്തിൽ ഈ ബൾബ് താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി പോയോ. ആ എക്സൈറ്റ്മെന്റിന്റെ പുറത്താണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് അത് വീണത്. ജൂനിയർ സയന്റിസ്റ്റ് എല്ലാം ദേഷ്യപ്പെട്ടു അദ്ദേഹത്തോട്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അദ്ദേഹം അത് വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി. ഒറ്റ കാര്യം പറഞ്ഞു,
നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ഇനി നമ്മൾ ദുഃഖിക്കേണ്ട. പെട്ടെന്ന് നമുക്ക് അടുത്ത ജോലി ചെയ്യാം. നമുക്ക് വീണ്ടും ഒരു ബൾബ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് നാളത്തെ പ്രയത്നത്തിന് ശേഷം വീണ്ടും അവർ ആ ബൾബ് ഉണ്ടാക്കി. അതുപോലെ തന്നെ ആ ബൾബ് മുകളിൽ പ്ലേസ് ചെയ്തു. വീണ്ടും ജൂനിയർ സയന്റിസ്റ്റിനെ എല്ലാം കൂടെ കൂട്ടി ബൾബ് പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള ആ ഒരു ദിവസം വന്നു. എല്ലാ ജൂനിയർ സയന്റിസ്റ്റും അത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും ഏത് ജൂനിയർ സയന്റിസ്റ്റ് ആണോ ആദ്യമേ ആ ബൾബ് എടുത്ത് അബദ്ധത്തിൽ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയോ, അതേ സയന്റിസ്റ്റിനെ തന്നെ ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ വീണ്ടും വിളിച്ചു. പറഞ്ഞു, താങ്കൾ പോയി മേളിൽ ചെന്ന് ആ ബൾബ് എടുത്തുകൊണ്ടാണ്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വളരെ അത് ബുദ്ധിമുട്ടാണ്. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വീണ്ടും അദ്ദേഹത്തിന്റെ കൈ കൊടുക്കുക എന്ന്. പക്ഷെ ഈ ജൂനിയർ സയന്റിസ്റ്റിനെ വീണ്ടും ഭയങ്കര എക്സൈറ്റഡ് ആക്കി. മാത്രമല്ല, അദ്ദേഹം വളരെ താന്ന് വളരെ ഭയഭക്തിയോടെ അത് വീണ്ടും അത് എടുത്തുകൊണ്ടുവന്ന് സേഫ് ആയിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് ചിന്തിച്ചു നോക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകള്, തകർച്ചകള്, തോൽവികളെല്ലാം നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിക്കത്തില്ല ഇനി ആരും എന്നെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ല, ഞങ്ങള് സുവിശേഷ വേലയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരിക്കലും എന്റെ കർത്താവ് ഇനി സുവിശേഷ വേലയ്ക്ക് എന്നോട് ചെയ്യാൻ പറയരുത്, എനിക്ക് വേണ്ട. ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞാലും ആരും അത് കേൾക്കത്തില്ല, അംഗീകരിക്കത്തില്ല. ഞാൻ ഇങ്ങനെയൊക്കെ നിന്നോളാം. ഒരു സുവിശേഷയുടെ ജോലി ചെയ്യാൻ എന്നെ വിളിക്കരുത്. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് വേണ്ട. കാരണം എന്റെ മനസ്സില് ഒരിക്കലും ഇനി ഞാൻ പറയുന്ന ആരും കേൾക്കത്തില്ല എന്നായിരുന്നു. ഈ കേവലം നമ്മുടെ കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. ഒരിക്കലും നമ്മൾ തകർന്നു പോയിരിക്കാം, വീട് പോയിരിക്കാം, എല്ലാം ബിഗ് സീറോയിലോട്ട് നമ്മൾ പോയിരിക്കാം. പക്ഷെ നമ്മളെ മടക്കി കൊണ്ടുപോകാൻ, ഒരു റീസ്റ്റെയിൻ ചെയ്യുവാൻ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സിസ്റ്റർ ചെറിയ ചെറിയ തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാട്ടോ. ഞാന് തുടക്കം ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്റെ സാക്ഷ്യത്തിലോട്ട് ഞാൻ കടക്കാം. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും ദൈവമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. എനിക്ക് മാത്രമല്ല, എന്റെ ഫാമിലിയിലും. കാരണം അത്യാവശ്യം നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയൊരു ഫാമിലി ആയിരുന്നു. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതൊന്നും ദൈവത്തിലോട്ട് ഞങ്ങൾ അടുപ്പിച്ചിരുന്നില്ല. പക്ഷെ ഒരു വിധത്തിലും ഞങ്ങളുടെ ഫാമിലിയിൽ ദൈവത്തോട് ഒരു ബന്ധമില്ലാത്തൊരു കുടുംബമായിരുന്നു. എല്ലാം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ 2 മക്കളാണ്. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ പാരൻസിന് ഒരു സഹോദരൻ. അപ്പൊ അമ്മ കുറെ കഴിഞ്ഞപ്പോ അമ്മ രക്ഷിക്കപ്പെട്ട ശേഷം അമ്മയുടെ ഒരു സാക്ഷ്യത്തിൽ അമ്മ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. 2 കുഞ്ഞുങ്ങളെയും ഞാന് വളരെ കെയർ ചെയ്ത് വളർത്തി. അവർ ഉറങ്ങുമ്പോൾ അവർക്ക് നല്ല ഭക്ഷണം മേടിച്ചു കൊടുത്തു, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു. അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചു, ഹോസ്റ്റലിലൊക്കെ നിർത്തി പഠിപ്പിച്ചു, അതെല്ലാം ചെയ്തു. കിടക്കുമ്പോൾ അവര് പുതപ്പൊക്കെ കറക്റ്റായിട്ട് കിടക്കുന്നുണ്ടോ, അവരെ കൊതുക് കുത്തുന്നുണ്ടോ, അവര് വീഴുമോ കട്ടിലേന്ന്, ഇതൊക്കെ എൻ്റെ അമ്മ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെങ്കിൽ ഒരിക്കൽ പോലും അവർ പ്രാർത്ഥിച്ചിട്ടാണോ കിടന്നത്, അല്ലെങ്കിൽ ബൈബിൾ വായിക്കോ, ദൈവത്തെ കുറിച്ച് ഒന്നും എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിച്ചില്ല എന്നൊരു സാക്ഷ്യം അമ്മ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഇന്ന് പല മാതാപിതാക്കളും അവർക്ക് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾക്ക് പറ്റുന്ന ഒരു വലിയ തെറ്റാണ്. ഒരു വിദ്യാഭ്യാസത്തെ നോക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും, പക്ഷെ ദൈവവുമായിട്ടുള്ള ബന്ധം എപ്രകാരം ഒന്നും ആരും ചിന്തിക്കാറില്ല. അപ്പൊ അങ്ങനെ തന്നെ എൻ്റെ അമ്മ ഭാവിയിൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ പറയാനിടയായി. അങ്ങനെ ഞങ്ങള് അങ്ങനെ പോയി.
അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ കുടുംബത്തില് ഒരു വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം നടന്നത്. അത് ഫാമിലിയെ സംബന്ധിച്ചോളം ഭയങ്കര നാണംകേടായിപ്പോയി, അതുപോലെ തന്നെ മാനസിക ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോഴാണ് ദൈവമേ എന്ന് സത്യത്തിൽ ഹൃദയത്തിന്റെ ആഴത്ത് നിന്ന് വിളിക്കുന്നത്. നിരാശയും നാണംകേടും പ്രതികൂലങ്ങളും നിന്ദകളും എല്ലാം കൂടെ ഒന്നിച്ച് ഭവനത്തിൽ ആഞ്ഞടിച്ചപ്പോൾ എല്ലാവരെയും അത് ബാധിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ പലരും പറഞ്ഞു, മുരിങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കോട്ടയില്, തൃശ്ശൂര്, നിങ്ങൾ അവിടെ നിന്ന് പോകും, നിങ്ങൾക്ക് സമാധാനം കിട്ടും. അന്ന് മുരിങ്ങൂർ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഞങ്ങൾ മുരിങ്ങൂർ എന്നൊരു വാക്കോ കോട്ടയെന്നൊരു വാക്കോ ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ മറ്റുള്ളവർ അതൊക്കെ കേട്ടിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിക്കുന്ന കാര്യമൊന്നും അതല്ല. അങ്ങനെ ഞങ്ങളെ അവര് നിർബന്ധമായിട്ട് പറഞ്ഞു വിട്ടു, ഒരുപക്ഷെ സമാധാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും ഒന്നിച്ചു പോയി. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങള് അറിയുന്നത് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്നും ദൈവവചന പ്രഘോഷണം എന്താണെന്നും അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. സ്വർഗം ആദ്യത്തെ ദിവസങ്ങളൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. രണ്ടാമത്തെ ദിവസം മുതലൊക്കെ ചെറിയതായിട്ടൊക്കെ മനസ്സിലായി തുടങ്ങി. മൂന്നാമത്തെ ദിവസം മുതൽ എനിക്ക് മനസ്സിലായി ഞാനൊരു പാപിയാണ്, എനിക്കൊരു രക്ഷകൻ ആവശ്യമാണെന്നും ഒരു സ്വർഗം, നരകം, നിത്യത ഇതെല്ലാം നമുക്കുണ്ടെന്നും നമ്മളതൊക്കെ സത്യമാണെന്നും ഒക്കെ എനിക്ക് അന്നാണ് മനസ്സിലായത്. എനിക്കൊന്നും അറിയില്ല, എനിക്ക് മാത്രമല്ല എൻ്റെ അമ്മയ്ക്കും അറിയത്തില്ല. നമ്മളിങ്ങനെ നോർമൽ ഒരു ലൈഫ് നടത്തും, അത്രയും മാത്രമുള്ളായിരുന്നു. പക്ഷെ ഒരു പാപിയാണെന്നുള്ള അന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങള് പിന്നെ അവിടുത്തെ പാട്ടും പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തു. ഇന്നത്തെ പോട്ടയുടെ കാര്യങ്ങളൊന്നും എനിക്ക് അന്ന് അറിയില്ല. അന്ന് തുടക്കത്തിലേക്ക് സമയമായതുകൊണ്ട് വളരെ നല്ല രീതിയിൽ അത് പോയിക്കൊണ്ടിരുന്നു. ഇന്നത്തെ എനിക്കറിയില്ല. എനിവേ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നത് അവിടുത്തെ ബൈബിൾ ക്ലാസ്സുകളാണ്. നരകവും സ്വർഗം, നിത്യത, രക്ഷകൻ ഇതൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. പള്ളിയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കും, വർത്തമാന പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു ചർച്ചിനെയും പേര് പറഞ്ഞ് ആക്ഷേപിക്കാനല്ല, എന്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ദൈവമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഞാൻ അവിടുന്ന് ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് പുറത്തു പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു ബൈബിള് വേണം. വീട്ടിൽ ബൈബിളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ എടുക്കുകയോ വായിക്കുകയോ കുടുംബ പ്രാർത്ഥനയ്ക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുമോ അത്രേ ഉള്ളൂ, എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഒരു ബൈബിൾ അവിടുന്ന് മേടിച്ചു. ആദ്യമായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ബൈബിള് ഞാൻ മേടിച്ചു. ഞാൻ വീട്ടിൽ വന്ന ശേഷം എത്രയും ആർത്തിയോടെ ഞാനത് വായിക്കാവോ അത്രയും ഞാൻ വായിച്ച് എനിക്കതിൽ എപ്പോ നോക്കിയാലും ഞാനത് വായിക്കുകയും. അപ്പം വീട്ടുകാർക്ക് ചെറുതായിട്ടൊരു പേടി തുടങ്ങി, ഇനി ഇവളെങ്ങാനും വർത്തമാന പള്ളിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം മാറുമോ ഉടനെ അച്ഛനോടൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, കൂടുതലോട്ടൊന്നും പോവണ്ട, നോർമലായിട്ട് നമ്മൾ ദൈവത്തെ ഇതല്ല. അങ്ങനെ ഞാൻ വായിച്ചു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എനിക്ക് വന്നിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പോയി കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷെ ഞാൻ ബൈബിൾ വായിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നതും ഒന്നും ദൈവവചന പ്രകാരം ഉള്ളതല്ല എന്നുള്ള മനസ്സിലായി. എന്നാൽ ആ സമയത്ത് കുറച്ച് നല്ല ദൈവദാസന്മാരെ, നല്ല വചനത്തിൽ നല്ല നൈപുണ്യമുള്ള ദൈവദാസന്മാരെ, ശരിക്കും വീണ്ടും ജനിച്ച ദൈവദാസന്മാരെ, ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരെയൊക്കെ ദൈവം എന്റെ ഭവനത്തിലോട്ട് അയച്ചു. ഞാൻ വചനം എത്രത്തോളം ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ ദൈവവചനത്തിന്റെ സത്യത്തെ എന്നെ അത് കുരുക്കിയിട്ടു. ആ വചനത്തിലുള്ള ദൈവത്തിന്റെ സ്നേഹം എന്നെ കുരുക്കിയിട്ടു. എനിക്ക് അങ്ങോട്ടും പോകുമ്പോൾ എങ്ങോട്ടും പോകുമ്പോൾ അതെന്നെ കുരുക്കിയിട്ട് ഒരു ദൈവസ്നേഹം ഞാൻ അനുഭവിച്ച ഒരു സമയങ്ങളാണ്. അങ്ങനെ ഞാൻ മനസ്സിലായി, എനിക്ക് വിശ്വാസ സ്നാനത്തിലോട്ട് എനിക്ക് പാസ്റ്റർമാര് പറഞ്ഞു തന്നു. ഞാൻ എന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കി. ഞാൻ സ്നാനപ്പെട്ടു. വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയി സ്നാനപ്പെട്ടു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു, അച്ഛൻ അറിയത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ ധൈര്യത്തോടെ ആരാധനയ്ക്ക് പോയി തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ആത്മീയ അനുഭവം സന്തോഷത്തിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നു. വീട്ടുകാർ വിചാരിച്ചു, ഓക്കെ, നല്ല രീതിയിലാണല്ലോ പോണം, മറ്റു രീതിയിലൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവര് സന്തോഷത്തോടെ
അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും സ്നാനപ്പെടാനിടയായി, എൻ്റെ സഹോദരൻ സ്നാനപ്പെടാനിടയായി, എൻ്റെ പിതാവും സ്നാനപ്പെടാനിടയായി. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ വിവാഹമാണല്ലോ എല്ലായിടത്തും പ്രശ്നം വരുന്നത്. കാരണം പെന്തക്കോസ്റ്റൽ ഒരു വിവാഹം എല്ലാവരുടെ എതിർപ്പോടുകൂടെ. അന്ന് പാസ്റ്റർ എല്ലാവരും ടീച്ചറായിരുന്നു, സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വിവാഹം നടന്നു. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സുവിശേഷ വേലയിലോട്ട് പൂർണ്ണസമയം ആകാൻ ജോലി ഉപേക്ഷിച്ച് കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഞങ്ങള് വേർതിരിഞ്ഞു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന എങ്കിലും അന്ന് ഒരു ഏറെ ആയിരുന്നു. അതായത് ഈ ദൈവവചനത്തിന്റെ ആ ശക്തിയിൽ നിന്ന് ഞങ്ങള് വഴുതി മാറി. പിന്നെ പ്രവചനം, പിന്നെ ഊതി വീഴ്ത്തല് ഇങ്ങനെയുള്ള ചില അന്ന് എനിക്ക് തിരിച്ചറിയില്ലായിരുന്നു. വചനത്ത് വിരുദ്ധമായി എനിക്കത് പറയുന്നതിൽ യാതൊരു മടിയില്ല. എനിക്കത് വേദനയോടെ അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല വചനത്തിലൊരു അടിസ്ഥാനം കിട്ടിയെടുത്തുനിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ഇതിലോട്ട് ഞങ്ങൾ വീണുപോയി. അതായത് സമൃദ്ധിയുടെ ഒരു സുവിശേഷത്തിലോട്ട്, സമൃദ്ധി കടഭാരം മാറ്റുന്ന വാഹനം, ഇന്നത്തെ വാഹനത്തെക്കാൾ കൂടുതൽ മെച്ചമായ വാഹനം നൽകുന്നത്, ഇന്നത്തെ വീട് പൊളിച്ച് മറ്റൊരു വീട്, വലിയ വീടുകൾ, ഇങ്ങനെ. പിന്നെ നിങ്ങളൊരു സ്ഥലത്ത് ദൃഷ്ടി വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് പൈസ ഇടുക, ദൈവം നിങ്ങൾക്കത് അവകാശമാക്കി തരും. ഇങ്ങനെയുള്ള ടീച്ചിങ്സിൽ ഞങ്ങളും അറിയാതെ പെട്ടുപോയോ എനിക്കറിയില്ല, പെട്ടുപോയി. ഇത് ആ ഒരു ഒഴുക്കില് ഞങ്ങൾ പെട്ടുപോയത് കൊണ്ട് വളരെ സഭ വളർന്നു, ഒരുപാട് ആൾക്കാരുകളൊക്കെ വന്നു, പെട്ടെന്ന് ഒരു വളർച്ച തന്നു. അതിൽ സംതൃപ്തരായി. ഞങ്ങൾക്ക് പിന്നെ എന്നെ സംബന്ധിച്ച്, അച്ഛനെ സംബന്ധിച്ചാണോ എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ച് ദൈവസ്നേഹത്തിൽ ഞാൻ വഴുതി വീഴാൻ തുടങ്ങി. ദൈവവചനം വായിക്കാനുള്ള സമയമില്ല. കാരണം ഇന്നൊരു മീറ്റിംഗ്, ഇന്നിവിടെയാണെങ്കിൽ അടുത്ത ജില്ലയിൽ അടുത്ത മീറ്റിംഗ്, ഇങ്ങനെ തിരക്കുള്ള ഒരു ഇതായി മാറി. പക്ഷെ അത് എങ്ങനെയോ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവത്തിന്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ട, ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കാനുള്ള സമയങ്ങളൊക്കെ ഇല്ലാതായി. ഇത് വളരെയധികം നമ്മൾ അറിയാതെ പോയിക്കൊണ്ടിരുന്നു. നമ്മൾ പക്ഷെ ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങൾ ഇന്ന വേല ചെയ്യുന്നു, ഇന്ന സ്ഥലത്ത് പോകുന്നു, ഒരു നിമിഷമില്ലാതെ സുവിശേഷ വേല ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അല്ല, വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കാനോ ദൈവത്തിൽ നിന്ന് കേൾക്കാനോ പ്രാപിപ്പാനോ ഒന്നും ഇല്ലാതെ ഇത് ഞങ്ങളുടെ കുടുംബജീവിതത്തിലോട്ട് പാളിച്ചകളും പ്രശ്നങ്ങളും പിന്നെ പൊരുത്തമില്ലായ്മ ഇതെല്ലാം വന്നു തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി തുടങ്ങി ഈ ഒരു രീതി ശരിയല്ല. നമ്മള് വചനത്തിന്റെ ഇമ്പോർട്ടൻസ്, വചനമാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്, മറ്റൊന്നുമല്ല. നമ്മളിപ്പോ പ്രവചിച്ചില്ലെങ്കിലും നമുക്ക് സ്വർഗത്തില് പോകാൻ പ്രവചനം ഒരു മാനദണ്ഡമല്ല. നമ്മള് ഭൂതങ്ങളെ ഒരു ഭൂതത്തെ പോലും ഞാൻ പുറത്താക്കിയില്ലെങ്കിലും, ഞാൻ 100 ഭൂതത്തെ പുറത്താക്കിയെങ്കിലും ഞാൻ വീണ്ടും ജനിച്ച ദൈവത്താൻ വീണ്ടും ജനിച്ച ദൈവവചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ ഞാൻ പോകത്തില്ല. പക്ഷെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾ ഇന്ന് പോയി. നമ്മള് ഭൂതങ്ങളെ പുറത്താക്കുന്നതോ നമ്മള് പിന്നെ രോഗസൗഖ്യം മറ്റുള്ള കൊടുക്കുന്നതോ ഒന്നുമല്ല. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ രക്ഷ ഇതൊന്നും അല്ലെന്നുള്ള എനിക്ക് മനസ്സിലായി. അപ്പൊ പതുക്കെ ഞാൻ ഇതിനകത്തുനിന്ന് പതുക്കെ എനിക്ക് താല്പര്യക്കുറവ് തോന്നി. പക്ഷെങ്കിലും ഞാൻ ഒഴുക്കിപ്പെട്ട് എനിക്ക് പിന്നെ പാസ്റ്റർമാരെയൊക്കെ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെ ബാക്ക് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. അത് കുടുംബജീവിതത്തെ ബാധിച്ചു. എനിക്ക് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാതായി. അങ്ങനെ ഞങ്ങള് സെപ്പറേറ്റഡ് ആയ സമയത്ത്
എല്ലായിടത്തും ചർച്ച നടക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അതേപോലെ നടക്കുന്നുണ്ട്. അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ഒരു 6 കൊല്ലം ഞാന് ഞങ്ങള് മാറി നിന്നു. അതിനുശേഷം ഡിവോഴ്സിന് പെറ്റീഷൻ കൊടുത്തു. ഡിവോഴ്സും കിട്ടി. ഇപ്പം നമ്മൾ ചിന്തിക്കും, അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ചിന്തിക്കുന്ന മുസ്ലിംസ് ആണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മള് അന്ന് പിന്നെ അത് ഹിന്ദുസില് ഡിവോഴ്സ് കോമൺ ആയി. പിന്നെ പതുക്കെ പതുക്കെ ക്രിസ്ത്യൻസിലോട്ടും വന്നു. ഇത് പതുക്കെ പതുക്കെ പെന്തക്കോസ്റ്റ് ഗോളത്തിലോട്ടും വന്നു. ഏറ്റവും സങ്കടവും ദൈവം ഏറ്റവും ദുഃഖിക്കുന്നവരുമായ ദൈവം വളരെ ദുഃഖിക്കുന്ന ഒരു ഇതിലാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. വിവാഹത്തിനോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിനോ യാതൊരു ഇമ്പോർട്ടൻസോ, ദൈവവചനം പറയുന്നത് എന്താണ്, ദൈവവചനം കൽപ്പിക്കുന്നത് എന്താണെന്നൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നടക്കുന്നത് പെന്തക്കോസ്റ്റ് ഗോളത്തിലാണ്. അപ്പം അത് അവനവന്റെ കുറ്റം കൊണ്ട്, അവനവന്റെ കുറ്റം അല്ലാത്തത് കൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത, കുടുംബജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത കൊച്ചു പെൺകുട്ടികള് അവര് സഫർ ചെയ്യുന്നു. ഒരുപാട് പേര്, അവരുടെ പേരൻസ് ഒക്കെ എന്നെ വിളിച്ച് ഒത്തിരി വിഷമിച്ച ഒരു സമയമാണ്. അപ്പം കൊറോണ ഈ വൈറസിനെക്കാട്ടിലും സ്പീഡില്, നമുക്കറിയാം കൊറോണ എത്ര സ്പീഡിലാണ്, അതിനെക്കാട്ടിലും മാരകമായിട്ട് സ്പീഡിൽ വ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം, വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഡിവോഴ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഡൈവോഴ്സ് ചെയ്യുന്നു. ഞാൻ ഡിവോഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, ഡിവോഴ്സിനെ ഞാൻ അംഗീകരിക്കുന്നത് മാത്രമല്ല, ഞാൻ മറ്റുള്ളവരോട് പറയുമായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തിനാ വെറുതെ അത് ഇങ്ങനെ സഹിച്ച് നമ്മള് കുടുംബജീവിതം മുന്നോട്ട് പോകണം, നിങ്ങൾക്ക് വേണ്ടേ പിരിയാം സന്തോഷത്തോടെ, ഈ വഴക്കും വെക്കാണോ ഇല്ലാതെ സന്തോഷത്തോടെ പിരിയാം, അവനവന്റെ താല്പര്യത്തിൽ ജീവിക്കാം എന്ന് പാസ്റ്ററുടെ വൈഫായ ഞാൻ പറയുമായിരുന്നു. ഫാമിലി പ്രോബ്ലംസ് കൊണ്ട് ഒത്തിരി പേര് വരുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല, വീട്ടേക്ക് ട്രൈ ചെയ്യുക, പറ്റത്തില്ലെങ്കിൽ വീട്ടേക്ക് എന്ന് ഉപദേശിച്ചിരുന്ന ഞാനാണ്. കാരണം എന്റെ ചിന്ത, എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട ഒരു കുടുംബജീവിതം പോണേ എന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെങ്കിൽ മുന്നോട്ട് എന്റെ ജീവിതം പോയി. കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് വന്നോണ്ടിരുന്നു. എന്റെ വിചാരം, ഇപ്പൊ ഒത്തിരി പേര് എന്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞുങ്ങളെ 2 പെൺപിള്ളേരല്ലേ, ഇപ്പൊ നിങ്ങളിങ്ങനെ നിന്നാൽ ശരിയാകത്തില്ല. അപ്പൊ ഞാൻ അവരോട് പറയുന്നു, ഫാമിലി ഒന്നിച്ചു പോയിക്കൊണ്ടിരുന്നോടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനൊന്നും പ്രശ്നങ്ങളൊന്നും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇതിൽ അങ്ങനെയൊക്കെ ഞാൻ എന്റേതായിട്ടുള്ള ചില വാദങ്ങളിൽ, പിന്നെ എന്റെ ഒരു ചിന്ത എന്നായിരുന്നു, ഒറ്റയ്ക്ക് ജീവിക്കണം, ജീവിച്ച് കാണിക്കണം, പിന്നെ ഇവരൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം, ഇങ്ങനെയുള്ള ഓരോ ഏറ്റവും ബാലിഷ്യമായ ചിന്തകളും ഏറ്റവും പൈശാചികമായ ചിന്തകളും ഒക്കെ ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കുക. ഇവരെ കൊണ്ടാകും, ഇവരില്ലാതെ, ഈ ആണുങ്ങളില്ലാതൊക്കെ ജീവിക്കാന്നൊക്കെ എനിക്കങ്ങ് ദേഷ്യമായിരുന്നു. പുരുഷന്മാർ, പാസ്റ്റേഴ്സിനെ പ്രത്യേകിച്ച്. കാരണം നമ്മൾ ഈ സുവിശേഷ വേലയുടെ ഇടയ്ക്ക് ഒരുപാട് പാസ്റ്റേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫാമിലിയെ കണ്ടിട്ടുണ്ട്. അലഞ്ഞുപോയി. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, വചനത്തിൽ നിന്ന് വ്യതിചലിച്ച ഒരു കൂട്ടത്തോട് ചേർന്നത് കൊണ്ട് വലഞ്ഞുപോയി സിസ്റ്ററും കുടുംബവും. അതാണ് കണ്ടിന്യൂ ചെയ്താൽ. അത് അവരെ ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുമല്ല കേട്ടോ. ആ പാസ്റ്റേഴ്സ് കാരണം ഞങ്ങളെ വലഞ്ഞു പോയെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പാസ്റ്റേഴ്സിന് ഒത്തിരി പാസ്റ്റേഴ്സ് ഞങ്ങൾക്ക് ഒരുപാട് ബന്ധമുണ്ടെന്ന്, പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് പാസ്റ്റേഴ്സിനോട് വെറുപ്പായി. അപ്പൊ അങ്ങനെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ അവര് കാരണം വലിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. നമ്മളൊരു കൾട്ടിൽ പെട്ടുപോയി, അങ്ങനെ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു. അതാണ് മെയിൻ വചനത്തിന്റെ ആ ഒരു കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ വചനത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചപ്പോൾ ഉണ്ടായതായ പ്രോബ്ലംസ് ആയതല്ല. അങ്ങനെ മുന്നോട്ട് പോയി. കുഞ്ഞുങ്ങള് ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു, അതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല, എനിക്ക് എന്തായാലും ജീവിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് മുന്നോട്ട് പോയി. എന്റെ പേരൻസ് എന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചു. എന്റെ പേരൻസ് പോകുന്ന ചർച്ചിൽ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ തുടങ്ങി. അവരെന്നെ വിളിക്കും, ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ വിളിക്കും, രേണു വരണം. ഞാൻ പറയും, എന്റെ പൊന്നു പാസ്റ്റർ, ഞാൻ തിരിച്ച് മർത്തമാപ്പള്ളി പോയാലും ഞാൻ ഒരിക്കലും ഇനി പെന്തക്കോസ്റ്റ് ചർച്ചിൽ ഞാൻ വരില്ല എന്നൊക്കെ ഞങ്ങളുടെ പാസ്റ്റർ പാവം ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും
ഞാൻ ഒരുപാട് ദേവദാസന്മാര് പ്രാർത്ഥിക്കും. എന്നാൽ ദേവദാസന്മാര് യഥാർത്ഥത്തിൽ അവര് ദൈവവചനത്തിൽ പ്രമാണിക്കുന്ന ദേവദാസന്മാർ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ വിവാഹാചരണങ്ങളൊക്കെ വന്നിരുന്നു. എന്നാൽ ദൈവം കരുണ കാണിച്ച് അതിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിച്ചു. ഇതിനകത്ത് വീണ്ടും അന്നൊക്കെ നമുക്ക് മറ്റൊരു വിവാഹത്തിലോട്ടൊക്കെ നമ്മൾ പോയായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു രണ്ടുപേർക്കും. എന്നാൽ ദൈവം കരുണ നമ്മളോട് കാണിച്ചു. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചിന്തിക്കും ദൈവത്തിന് തെറ്റിപ്പോയോന്ന്. പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിന് തെറ്റിയോ, യഥാർത്ഥത്തിൽ ഇദ്ദേഹം ആയിരുന്നോ എനിക്ക് വേണ്ടി ദൈവം കണ്ടുവച്ചിരുന്നത്? ഒട്ടും യോജിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മള് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. ഇത് പിശാച് കൊണ്ടുവരുന്ന ചിന്തകളാണ്. എത്ര നമുക്ക് പൊരുത്തക്കേടുകൾ ഇല്ലാത്തൊരു കുടുംബജീവിതം ഇല്ല. എല്ലാവർക്കും പൊരുത്തക്കേടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് നല്ല സന്തോഷത്തിലൊക്കെ തോന്നുന്ന ഫാമിലിയിലും വചനം പ്രസംഗിക്കുന്നവർക്കൊക്കെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. എന്നുവെച്ചാൽ പക്ഷെ അതിനെ നമ്മൾ നേരിടുന്ന രീതികളാണ് നമുക്ക് വരുത്തുന്ന മാറ്റം. ഇപ്പൊ ഇന്ന് ഞാനൊരു സത്യം തുറന്നു പറയാം, അന്നത്തെ അതേ പ്രശ്നങ്ങൾ തന്നെ എനിക്ക് ഇന്നും ഉണ്ട്. അതേ പ്രശ്നങ്ങൾ ഇന്നും ഉണ്ട്. പക്ഷെ കൈകാര്യം ചെയ്യുന്ന രീതി, നമ്മള് അതിനെ ഇപ്പൊ സന്തോഷമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ, ഇതിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത് ഒരു സക്സസ്ഫുൾ ആയിട്ട് കുടുംബജീവിതത്തിന് വേണ്ട ക്ഷമയാണ്. ക്ഷമിക്കുക എന്നുള്ളതോ അത് കുടുംബജീവിതത്തിൽ മാത്രമല്ല, മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ ഇതൊക്കെ തന്നെ. ക്ഷമിക്കാതെ ഒരു കാര്യം, അത് ദൈവം നമുക്കത് ദാനമായിട്ട് ആ ക്ഷമയുടെ ഇത് നമുക്ക് തരണം. അത് ദൈവത്തിൽ നമ്മൾ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്, അത് ദൈവത്തിന്റെ ഇത് നമ്മൾ പ്രാപിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് കുടുംബജീവിതം ഒരിക്കലും ഈ പ്രശ്നങ്ങളില്ലെന്നല്ല, അതെല്ലാം രാവിലെ എന്തെങ്കിലും ഉണ്ടായാൽ സന്ധ്യയ്ക്ക് മുന്നേ പ്രശ്നങ്ങൾ തീർക്കുക. അല്ലാതെ വെച്ചോണ്ടിരുന്നുള്ളൊരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോയാൽ അത് വളരെ അതുപോലെ തന്നെ ഈഗോ ആണല്ലോ എല്ലാവരുടെയും പ്രശ്നം. നീ ക്ഷമിക്കും, ഞാൻ സോറി പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം എന്നെ ദൈവം പഠിപ്പിച്ചത്, നമ്മൾ ക്ഷമ അങ്ങോട്ട് പറയുന്ന ഒരാളാണോ നമ്മളോട് ക്ഷമിക്കുന്ന ഒരാളാണോ, ആർക്കാണ് ശക്തി? ആരാണ് കൂടുതൽ പവർഫുൾ? ക്ഷമിക്കുന്ന ആളാണോ ക്ഷമിക്കപ്പെടുന്ന ആളോ? ഇപ്പൊ എന്നോട് സിസ്റ്റർ സോറി പറഞ്ഞു, ഞാൻ ക്ഷമിച്ചു, അതാണോ ക്ഷമ പറയുന്ന ആളാണോ? ആരാണ് കൂടുതൽ പവർഫുൾ? തീർച്ചയായിട്ടും ദൈവത്തോട് നമ്മൾ ക്ഷമ അങ്ങോട്ട് പറയുന്നതാണ് നമുക്ക് നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മൾ താഴുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ താഴാൻ പറ്റും. നമ്മൾ ഒരു സോറി പറഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ ആദ്യമേ അങ്ങോട്ട് പോയി റീകൺസിലിയേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഒന്നും നമുക്ക് ദൈവസന്നിധിയിലും നമുക്കും അത് ഗുണമല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇനി ഇൻ കേസ് നമ്മുടെ ഭാഗത്തല്ലായിരിക്കും തെറ്റ് എങ്കിൽ പോലും ഐം സോറി, എന്റെ ഭാഗത്തുനിന്ന് ഇത് കുടുംബജീവിതത്തിലും മക്കളെ വളർത്തുന്ന രീതിയിലും ഒക്കെ നമ്മൾ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് വളരെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാം. പിന്നെ കുറെ കൂടെ ഞങ്ങൾ മുന്നോട്ട് പോയി. കുഞ്ഞുങ്ങൾ എപ്പോഴും എന്നെ പ്രാർത്ഥനയ്ക്കൊക്കെ വിളിക്കും. പക്ഷെ അവര് ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തു, അവര് പ്രാർത്ഥിച്ചു. 2 മക്കൾ, എന്റെ മൂത്ത മോളുടെ പ്രാർത്ഥന കേട്ടിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേക്കുന്നത്. അവളുടെ പാട്ടും പ്രാർത്ഥനയും അന്യഭാഷയും ഒക്കെ കേട്ടുണ്ട് ഞാൻ രാവിലെ. എന്നാലും എന്നെ അതൊന്നും വലിയ, രണ്ടാമത്തെ മോളാണെങ്കിലും അവരെ ഇടയ്ക്ക് ഓരോ കൊച്ചു മെസ്സേജസ് ഒക്കെ അയച്ചു തരാൻ തുടങ്ങി. സാജു ജോൺ മാത്യു പാസ്റ്ററുടെ മെസ്സേജസ് ഒക്കെ എനിക്ക് അയച്ചു തരാൻ തുടങ്ങി. അത് ഞാൻ കേൾക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പാസ്റ്റർ ബി വർഗീസ്, അങ്ങനെ എനിക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ ഞാനത് കേൾക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ശരിയാകത്തില്ല. ഞാൻ വീണ്ടും കുഞ്ഞുങ്ങളുടെ കൂടെ വീണ്ടും ചർച്ചിൽ പോകാൻ തുടങ്ങി. ആരാധനയ്ക്കൊക്കെ വീണ്ടും മടങ്ങി പോകാൻ തുടങ്ങി. എനിക്കൊരു മാറ്റം, വീണ്ടും ഞാൻ ദൈവവചനം വായിക്കാൻ തുടങ്ങി. എന്നാലും എന്റെ മനസ്സിൽ ഒരിക്കലും റീകൺസിലിയേഷൻ ഹസ്ബൻഡുമായിട്ട് എനിക്ക് താല്പര്യമില്ല. ഞാൻ അപ്പോഴും ദൈവത്തോട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, കർത്താവേ എന്നെ സുവിശേഷ വേലയ്ക്കായിട്ട് വിളിക്കരുത്, പോകത്തില്ല ഞാൻ ഭർത്താവിനോട് ക്ഷമിച്ചു. അവരോട് എനിക്ക് വൈരാഗ്യമൊന്നുമില്ല, ആരോടും ഇല്ല. അവരുടെ പേരൻസിനോടോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോടോ ഒന്നും ഒരു പ്രശ്നവും ഞാൻ ഇങ്ങനെ പൊക്കോളാം. ദൈവവചനം പറയുന്നുണ്ടല്ലോ, മോചനം നടത്തിയാലും വേറെ വിവാഹം കഴിക്കാതിരുന്നാൽ കുഴപ്പമില്ല
എന്നുള്ള ഒരു വാക്യത്തിന്റെ ഒക്കെ ഞാൻ സ്വയം ആശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പാസ്റ്റർ ചേസ് ജോസഫിന്റെ ഒരു മെസ്സേജ്, കുടുംബജീവിതത്തെ കുറിച്ചൊരു മെസ്സേജ് കേൾക്കാനിടയായി. അതിനകത്ത് വ്യക്തമായിട്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല. ഡിവോഴ്സ് ചെയ്താൽ ഇത് നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്കന്ന് മനസ്സിലായി. ഞാൻ അതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വേറെ വിവാഹം കഴിക്കാതെ നമ്മൾ അവരോട് ക്ഷമിച്ചു, മനസ്സിൽ ക്ഷമിക്കുകയൊക്കെ ചെയ്താൽ ഞാൻ ഓക്കെയാണ് എന്നൊരു ചിന്തയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ മെസ്സേജിൽ എനിക്ക് മനസ്സിലായി, നിത്യതയെ ബാധിക്കുന്ന കാര്യമാണ്. എന്റെ നിത്യത നഷ്ടപ്പെടുന്ന കാര്യത്തിലാണ് ഞാനിപ്പോ പോകുന്നെന്നുള്ള എനിക്ക് മനസ്സിലായി. ഞാനപ്പം ദൈവത്തോട് പറഞ്ഞു, എന്റെ കർത്താവേ, എനിക്കിത് പറ്റത്തില്ല. പക്ഷെ എനിക്ക് എന്റെ ആത്മാവ് നഷ്ടപ്പെടാനും, കാരണം ഞാൻ മടങ്ങി ദൈവവചനത്തിലോട്ട് വന്നു, ദൈവസ്നേഹത്തിലോട്ട് മടങ്ങി വന്നു. പക്ഷെ എന്നാലും ഈ താല്പര്യമില്ലായ്മയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ദൈവവചനം വ്യക്തമായിട്ട് എന്നോട് ദൈവാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കില്ല. എനിക്ക് സ്വയം പറ്റത്തില്ല അങ്ങോട്ട് ചെന്ന് സോറി പറയാനോ. കാരണം എന്റെ പേരൻസ് ആണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. ഞാനാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്റെ പേരൻസ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്, ഇറങ്ങിപ്പോകുന്നതല്ല, വിളിച്ചോണ്ട്. കാരണം പ്രശ്നങ്ങൾ അത്രത്തോളം വഷളായിരുന്നു. അങ്ങനെ വന്നപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ തന്നെ ഇതിനെ ചെയ്യാൻ പറ്റും. ഞാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ തന്നു. ഞാൻ ആദ്യമേ എന്റെ സിസ്റ്റേഴ്സിനെ പോയി കണ്ടു, അവരുമായിട്ട്. അപ്പൊ എനിക്ക് ഏത് രീതിയിൽ ഞാൻ എന്നെ തിരിച്ചെടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ ദൈവത്തിന്റെ കരുണ കൊണ്ട് അവരെന്നെ വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. പിന്നെ എന്റെ ഇൻലോസ് പേരൻസിനെ, അച്ഛൻ്റെ പേരൻസിനോട് അവരെ പോയി കണ്ടു, സംസാരിച്ചു. അവരെന്നെ ചേർത്ത് പിടിച്ചു. വളരെ സന്തോഷമായിട്ട് അവരെന്നെ ഞാൻ ഒരു കാര്യം ദൈവം എന്നെ മനസ്സിലാക്കി, എനിക്കിവിടെ രൂപാന്തരം വന്നപ്പോ അവിടെ രൂപാന്തരം ദൈവം അവർക്ക്. അതേസമയം അല്ലെങ്കിൽ ഇത് ഒരിക്കലും പോകത്തില്ല. നമുക്ക് ഇവിടെ ഞാൻ മാറേണ്ടത് ഞാൻ മാറിയപ്പോൾ, ഞാൻ എന്നിൽ വരുന്ന മാറ്റം ദൈവ പരിശുദ്ധാത്മാവിനെ പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവന്ന് വന്നപ്പോ ദൈവം അവിടെയും പ്രവർത്തിച്ചു. നമ്മളെ അങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുന്ന ദൈവമാണ്. അങ്ങനെ അവരിലും ഒരു മാറ്റം വന്നു. അവരൊക്കെ ചേർത്ത് പിടിച്ചു. ഇന്ന് ഞങ്ങള് ഫ്രണ്ട്സിനെ പോലെ, എന്റെ ഡാഡി, അച്ഛന്റെ ഡാഡി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് ഫ്രണ്ട്സിനെ പോലെ. അത്രയും രൂപാന്തരം അവിടെ ഇവിടെയും. അതെ, അത് നമ്മള് ദൈവത്തിന്റെ പ്രവൃത്തിയും അതൊക്കെ ഭയങ്കര. എനിക്കറിയില്ല, നമ്മൾ ഒറ്റ കാര്യം ദൈവസ്ഥാനത്ത് സമർപ്പിച്ചാൽ മതി. നമുക്കൊരാഗ്രഹം വേണം, എന്ത് പ്രശ്നമാണേലും. അങ്ങനെ ഞങ്ങള് പോയി, ഞങ്ങൾ വീണ്ടും റീയൂണൈറ്റ് ചെയ്തു. സന്തോഷമായിട്ട് ഇപ്പൊ കഴിയുന്നു. മൂത്ത മോളും രണ്ടുപേരും ആത്മീയമായിട്ട് ദൈവം അവരെ വളർത്തിക്കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ വിവാഹ ജീവിതത്തിലെ ദൈവവചനം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഒരു വിശ്വാസി അവിശ്വാസിയെ വിവാഹം കഴിക്കരുത്. അത് കഴിച്ചാൽ അതിന്റെ കോൺസിക്വൻസസ് ഉണ്ടാകും. ഒരിക്കലും ദൈവവചനം അനുശാസിക്കുന്നില്ല ഒരു വിശ്വാസി, അത് ഹിന്ദു എന്ന് വന്നതോ മുസ്ലിമിൽ നിന്ന് വന്നതോ അതെന്തു പോകട്ടെ, പക്ഷെ വിശ്വാസിയായിരിക്കണം. ഒരു രക്ഷിക്കപ്പെട്ട പൈതല് അവിശ്വാസിയെ വിവാഹം കഴിക്കരുത്. രണ്ടാമത്തെ ദൈവവചനം പറയുന്നത്, വിവാഹത്തെ സംബന്ധിച്ച് ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിരിക്കണം വിവാഹം കഴിക്കേണ്ടത്. ഒരിക്കലും ഒരു ആണ് ഒരാണിനെയോ ഒരു പെണ്ണ് ഒരു പെണ്ണിനെയോ വിവാഹം കഴിക്കാൻ ദൈവവചനം അനുശാസിക്കുന്നില്ല. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പതുക്കെ പെന്തക്കോസ്റ്റ് ഗോളത്തിലോട്ട് പോലും ഇങ്ങനെയുള്ള വിവാഹ രീതികള് വന്നു കഴിഞ്ഞു. ഇപ്പം അമേരിക്കയില് ഒക്കെ ഞാൻ ഈയിടെ ഒരു ദേവദാസനെ കുറിച്ച് കേട്ടു. അദ്ദേഹത്തിന് വളരെ ദൈവവചന പണ്ഡിതനാണ്. അമേരിക്കയിലെ 1 of the 10 മെയിൻ മിനിസ്ട്രി ദൈവവചനം ഇരിക്കുന്ന ഒരു ദേവദാസൻ, എല്ലാവരും ബഹുമാനിക്കുന്ന ദേവദാസൻ, അലിസ്റ്റബർഗ് എന്ന് പറയും. അദ്ദേഹത്തോട് ഇപ്പൊ വലിയ ഇഷ്യൂ അവിടെ നടക്കുന്നത്. അദ്ദേഹത്തോട് ഒരു മാതാവ് ചെന്ന് ചോദിച്ചു, എന്റെ മോന് കല്യാണം കഴിക്കാൻ പോവാ, പക്ഷെ ഗേ മാരേജ് ആണ്, പുരുഷനും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകും. പാസ്റ്ററെ, ഞാൻ അതിനകത്ത് പങ്കെടുക്കണം? ഇദ്ദേഹത്തിന് മറുപടി എല്ലാം പെന്തക്കോസ്റ്റ് കോളത്തെ മൊത്തം ഞെട്ടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, വൈ നോട്ട്,
ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് തങ്ങൾക്ക് പോയി വിവാഹം കഴിക്കുന്നതിന് പോയി പങ്കുചേരാന്ന് പറഞ്ഞു. ഇത് ഭയങ്കര, ഇദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആരും. അതുപോലെ ദൈവവചനം എക്സ്പോസിഷൻ നടത്തുന്ന ഒരാളായിരുന്നു. അപ്പം പതുക്കെ ഇതെല്ലാം ഇപ്പം ദൈവവചന വിരുദ്ധ ആയുള്ള എല്ലാ മെയിൻ ചർച്ചിലെ പാസ്റ്റർ US-ല്. പക്ഷെ അവിടെയും ഈ ഒരു ഇപ്പൊ ദൈവവചനത്തിന് രണ്ട് കാര്യം, ഒരിക്കലും ആണിനെയും പെണ്ണിനെയും വിവാഹം കഴിക്കാൻ പാടില്ല. അത് നമ്മുടെ ദൈവം വെറുക്കുന്ന പാപമാണ് സോദോം ഗോമോറയിലെ പാപം. ദൈവം വെറുത്തതാണ്. അതുകൊണ്ടാണ് സോദോം ഗോമോറയെ കർത്താവ് നശിപ്പിച്ചത്. സിസ്റ്ററെ, ഏത് മെയിൻ സഭയിലെ പാസ്റ്റർ ആയാലും ദൈവവചനം വിട്ടുമാറിയാൽ പിന്നെ നമുക്ക് അതിനെ ഒന്നും പറയാൻ കഴിയത്തില്ല. കാരണം വലുതോ ചെറുതോ സഭയെന്നല്ല, ദൈവവചനം ഫോളോ ചെയ്യുന്നവരാണ് കർത്താവിന് വലുത്. അമേരിക്കയിലെ മിക്ക പാസ്റ്റേഴ്സും, അതായത് ദൈവവചനം നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് മെയിൻ പാസ്റ്റേഴ്സ് എല്ലാം അവര് വളരെ ദുഃഖിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെയധികം നമ്മൾ പഠിപ്പിക്കണം, ഇപ്പോഴേ പഠിപ്പിക്കണം. ഒരിക്കലും, കാരണം ഇനി ഇത് വളരെ കോമൺ ആയിട്ട് നടക്കുന്നത്. ഇതൊരു ആദ്യമേക്ക് നമ്മൾ ഞെട്ടും, ഇത് ഇങ്ങനെ. പക്ഷെ ഇപ്പൊ ഒരു ഞെട്ടൽ ആർക്കും ഇല്ല. അവര് സാധാരണ ആക്ച്വലി ലക്ഷണമാണ്. അന്ത്യകാലത്തില് കർത്താവിന്റെ വരവിൻ്റെതായ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അത് നമ്മൾ ദൈവമക്കൾ വളരെയധികം തിരിച്ചറിയുക. രണ്ടാമത്തെ ജീവിതത്തില് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല്, ഒരിക്കലും അഡൾട്ടറി പാടില്ല. അഡൾട്ടറി പാടില്ല എന്ന് പറഞ്ഞാൽ മിക്കവരും അവര് നോക്കുമ്പോൾ ഭാര്യ അറിയുന്നില്ല, അല്ലെ ഭർത്താവ് അറിയുന്നില്ല. അവരുടെ വിചാരം, ഞാൻ എന്തെങ്കിലും ഭാര്യയെ ഞാൻ നോക്കുന്നുണ്ടല്ലോ, എന്റെ കുഞ്ഞുങ്ങൾക്കുള്ള കാര്യങ്ങൾ നോക്കുന്നു. പക്ഷെ അവര് പരസ്പരം വിശ്വസ്തത ഇല്ലാതെ അവര് ജീവിക്കുന്നു. ആരും ഭാര്യയും അറിയുന്നില്ല, ഭർത്താവും അറിയുന്നില്ല. പക്ഷെ ഇന്നത്തെ പെന്തക്കോസ്ത് ഗോളത്തില് ഞാൻ മറ്റുള്ളവരൊക്കെ വിടുക, അത് സർവ്വസാധാരണം. ഇവിടെയും ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കാണ്. പാസ്റ്ററുടെ ഭാര്യയെന്നില്ല, പാസ്റ്ററെന്നില്ല, വിശ്വാസിയെന്നില്ല, വിശ്വാസികളുടെ മക്കളെന്നില്ല, പാസ്റ്റർമാരുടെ മക്കളെന്നില്ല. ആരാണേലും കുടുംബ ജീവിതത്തില് അവിശ്വസ്തത നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം വളരെ ദുഃഖിക്കുന്ന, ഞാൻ ഇങ്ങനെ പറയുന്ന, എനിക്ക് ഇങ്ങനെ പറയാനേ അറിയത്തുള്ളൂ. പക്ഷെ എത്രത്തോളം അത് ഒരാൾക്കെങ്കിലും അത് പ്രയോജനം ചെയ്യട്ടെ എന്നൊരു പ്രാർത്ഥനയില്ല. ഞാൻ അങ്ങനെ എനിക്കങ്ങനെ വലുതായിട്ട് പ്രസംഗിക്കാനൊന്നും അറിയില്ല. പക്ഷെ ഒരാൾക്കെങ്കിലും ഞാൻ ഈ പറയുന്നത്, ഈ പാപത്തിൽ, ഞാൻ ഈ മുൻ പറഞ്ഞ പാപങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും എന്റെ ഈ മെസ്സേജ് കേട്ട് ഒരാളെങ്കിലും വിടുവിക്കുന്ന പ്രാർത്ഥനയിലാണ് ഞാൻ പറയുന്നത്. അവിശ്വസ്തത നമുക്ക് പാടില്ല. ഇന്ന് ഏറ്റവും നമുക്ക് ഇപ്പം ഉദാഹരണം, ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ഒരു മൊബൈൽ ഫോൺ, എവിടെയെങ്കിലും ആരെങ്കിലും ഭാര്യയോ ഭർത്താവിന്റെ മൊബൈൽ ഫോൺ തൊട്ടാ വെപ്രാളവാ. ഭർത്താവിന്റെ ഭാര്യയുടെ മൊബൈൽ ഫോൺ ഭർത്താവ് തൊട്ടാ വെപ്രാളോ, കുഞ്ഞുങ്ങളുടെ കൈ കൊടുത്താൽ വെപ്രാളോ. ഞാൻ പറയുന്നത്, നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മൾ ഉപയോഗിക്കുന്ന സെൽഫോൺ എവിടെ വെച്ച് ചിലപ്പോൾ നമ്മൾ ചർച്ചയിൽ വെച്ചൊക്കെ ഫോൺ മറന്നുപോയാൽ വെപ്രാളോ, ഓട്ടവാ, കിലോമീറ്ററുകൾ പോയിട്ട് ഒന്നാലും തിരിച്ചു ഫോൺ. ഒരു ദിവസം ഫോൺ അവിടെ ഇരുന്നാൽ വെപ്രാളോ, ആരുടെങ്കിലും കൈ കിട്ടിയാൽ വെപ്രാളം. നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ ട്രാൻസ്പെറന്റ് ആയിരിക്കണോ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ഫാമിലി ലൈഫിൽ ട്രാൻസ്പെറൻസി. നമ്മുടെ ഫാമിലി ലൈഫിന്റെ എങ്ങനെ ട്രാൻസ്പെറന്റ് ആയിരിക്കണോ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ വിശ്വാസ ജീവിതവും ട്രാൻസ്പെറന്റ് ആയിരിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതം എത്രത്തോളം നമ്മൾ ട്രാൻസ്പെറന്റ്, അത്രത്തോളം ട്രാൻസ്പെറന്റ് തന്നെ ആയിരിക്കണം നമ്മുടെ കുടുംബജീവിതം. ട്രാൻസ്പെറന്റ് ആയിരിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ ഏത് കുഞ്ഞുങ്ങൾ ഏത് സമയത്തെടുത്താലും നമ്മൾ അതിനെ പ്രാളപ്പെടേണ്ട വന്നാൽ സംതിങ് റോങ്. അത് മാതാപിതാക്കൾ തിരിച്ചറിയണം. നമ്മള് കുഞ്ഞുങ്ങളോട് നമ്മൾ പറയും, വലിയ എന്തായാലും ഫോണൊക്കെ എടുക്കുന്നത് നമ്മളൊക്കെ പറയും. പക്ഷെ ആ പ്രാഗൽഭ്യത്തോടെ പറയാൻ ആർക്ക് പറ്റും? ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഈ കൗൺസിലിങ്ങിനും ഈ ഒരു സാക്ഷ്യത്തിന് ശേഷം കേട്ടോ, ഇങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളിങ്ങനെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു ഇതിലായതുകൊണ്ട് അവരുടെയൊക്കെ പ്രശ്നങ്ങൾ ഇതാ. പിന്നെ ഇമ്മോറൽ ലൈഫ്, ദൈവവചനം നമുക്കെതിരായിട്ട് ചെയ്യുന്ന ഒരു പാപമാണ് അഡൾട്ടറി. ഒരേ ഒരു പാപം നമുക്കെതിരായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു പാപം ദൈവവചനം പറയുന്നത്, ദാറ്റ് ഈസ് അഡൾട്ടറി. സിസ്റ്റർ, ആക്ച്വലി ഇതൊക്കെ ഉണ്ടാകുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ അഡൾട്ടറിയും അല്ലെങ്കിൽ
ദൈവത്തിൻ്റെ വചനം ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള പാപത്തിൽ മനുഷ്യൻ അകപ്പെടും. ദൈവവചനമുള്ള ഒരു വ്യക്തി ഒരിക്കലും പാപം കാണുമ്പോൾ ജോസഫ് എന്തോ ചെയ്തു? പാപത്തിൽ നിന്ന് ഓടി ഒളിച്ചു. അതുപോലെ ദൈവത്തിൻ്റെ വചനം ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ പാപത്തിലേക്ക് എന്തോ ചെയ്യുന്നത്? വീണുകൊണ്ടിരിക്കുന്നത്. അതാണ്. ഇപ്പോൾ സിസ്റ്ററിൻ്റെ ഫാമിലി ലൈഫൊക്കെ എങ്ങനെയുണ്ട്? സന്തോഷമായിരിക്കുന്നല്ലോ? സന്തോഷമായിട്ട് പോയി. ഞാൻ പറഞ്ഞല്ലേ, പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ ദൈവം അതിനൊക്കെ തരണം ചെയ്യാനായിട്ട് ദൈവം സാധിക്കുന്നു. സമയം കഴിഞ്ഞെന്ന് തോന്നൂല്ലേ? ഇല്ല, ഓക്കെ. ഇപ്പം നമ്മളെ എവിടെ ചർച്ച് മിനിസ്ട്രി ആണോ? ഇപ്പം ചർച്ച് മിനിസ്ട്രിയില്ല, പൊതു ചർച്ച് ഒക്കെ അന്ന് തന്നെ ഇതായിരുന്നു, നിർത്തിയായിരുന്നു. കുറച്ച് നിന്ന് പോയായിരുന്നു കൊറോണയുടെ കൂടെ. ഇനിയിപ്പം ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ. കർത്താവ് ഉപയോഗിക്കട്ടെ. കുഞ്ഞുങ്ങളും ദേവദാസനും എല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ? സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ല. പറഞ്ഞാട്ടെ. പറ. ഓക്കെ സിസ്റ്ററെ. കർത്താവ് ഇപ്പോൾ സിസ്റ്ററെയും കുടുംബത്തെയും സന്തോഷകരമായി നടത്തുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു, അല്ലയോ? സന്തോഷമായി. അതെ അതെ, തീർച്ചയായിട്ടും സന്തോഷമായി. കർത്താവ് ഉടഞ്ഞതിനെ ദൈവം പണിഞ്ഞു. ഞാൻ സിസ്റ്റർ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് സിസ്റ്ററോട് ക്ഷമിക്കാൻ വേണ്ടി സിസ്റ്ററെ ഉപദേശിച്ചെന്ന്. എങ്ങനെയാണ്? പ്രത്യേകമായി എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും സിസ്റ്ററിന് ദൈവശബ്ദം കേൾക്കാൻ കഴിഞ്ഞോ? എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് സംസാരിച്ചാട്ടത്. എന്നെ മടക്കി വരുത്തിയ ഒരു ദൈവവചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയോ? നിങ്ങള് അത് ചെയ്ത് ഇത് ചെയ്ത് അതെല്ലാം ചെയ്യുമ്പോഴും ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അപ്പം ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അപ്പം ഈ ഒരു വാക്യമാണ് എന്നെ മടക്കി കൊണ്ടുവന്നത്. മടക്കി ദൈവസ്ഥ. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് ഭൂതങ്ങളെ അടുത്താക്കിയെന്ന് പറഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ പോകണമെന്നില്ല. നമ്മള് പ്രവചിച്ചില്ലെങ്കിലും നമുക്ക് സ്വർഗം, അതൊരു മാനദണ്ഡമല്ല. അത് ചെയ്യരുതെന്നല്ല, ചെയ്യുന്ന തെറ്റാണെന്നല്ല. പക്ഷെ ആ ഒരു മീഡിയ നമുക്ക് അങ്ങോട്ട് പോകല. പക്ഷെങ്കിൽ ദൈവം ഇതെല്ലാം ചെയ്തിട്ടും അവര് പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾ നിന്റെ നാമത്തിൽ അത് ചെയ്തു, നിന്റെ നാമത്തിൽ ഇത് ചെയ്തു, പക്ഷെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഞാൻ അറിയുന്നില്ലെന്ന് മാത്രമാണ് ഒരു പക്ഷെ നമുക്ക് പരിചയപ്പെടുത്താം. ഇപ്പൊ നമ്മളൊരു വിവാഹത്തിന് പോയി ചെയ്യുമ്പോ പലരും എന്നെ അറിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അറിയില്ല, ഓർക്കുന്നില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടുത്താം, ഇന്ന സ്ഥലത്ത് ഇന്ന ഫ്ലൈറ്റിലെ യാത്രയിൽ, അല്ലെ ഇന്ന ട്രെയിൻ യാത്രയിൽ, അല്ലെ ഇന്ന ഇതിൽ നമുക്ക് അവരെ ഒന്ന് അവരപ്പോ ഓർക്കും. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്ന ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. എത്ര ഓർമ്മപ്പെടുത്തിയാലും ഇതൊന്നും അറിയത്തേ ഇല്ല. പക്ഷെ ഇന്നത്തെ ആത്മീയ കൂട്ടം ഇതില് മുങ്ങി നിൽക്കുക. ഇതില് മാത്രം അവരുടെ ദൈവമായിട്ടുള്ള ബന്ധമോ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചിട്ടില്ലാത്ത അനുഭവത്തിൽ നടക്കുന്നു. അപ്പൊ ഞാൻ ഇത് ഒരു നാളും അറിഞ്ഞിട്ടില്ല. എന്നെ അത് മടക്കി കൊണ്ടുവന്ന ഒരു വാക്യമാണ്, ഒരു വചനമാണ്. അപ്പൊ ഇതാണ് എന്നെ കൂടുതൽ മടക്കി കൊണ്ടുവരാൻ കാരണം. കർത്താവ് അറിയുന്നില്ലെന്നുള്ളതായ ആ വാക്ക്. ഞാൻ നിങ്ങളെ ഒരു നാൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തു നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അറിയത്തില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മള് എന്ത് ഇതായാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ തീർന്നില്ലേ. അപ്പം അതും ദൂതന്മാരുടെ മുന്നിൽ വെച്ച്, എത്ര പേരുടെ മുന്നിൽ വെച്ച് നമുക്കൊരു ന്യായവിധി ഉണ്ടെന്നുള്ള, ഞാൻ ന്യായവിധിയൊക്കെ പഠിക്കാൻ തുടങ്ങി. നമ്മുടെ ജഡ്ജ്മെന്റിന്റെ അവിടെ ഇന്ന് കർത്താവിന്റെ വരവെങ്കിൽ എത്ര പേര് എടുക്കപ്പെടും, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവ് വരണമെന്ന്. ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചിട്ടാണോ കിടക്കുന്നത്? കർത്താവെ നേരം വെളുക്കുമ്പോ കർത്താവ് വരണേ. ആർക്കും ആഗ്രഹമില്ല, പാടും എല്ലാരും, കാന്തനെ കാണാൻ ആർത്തി വളരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വെറുതെയാ, പാട്ട് മാത്രമേ ഉള്ളൂ. പാട്ടിലൂടെ കുറെ കള്ളങ്ങൾ നമ്മൾ പറഞ്ഞോണ്ട് നടക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ കർത്താവെ നീ വരണേ, ആ കർത്താവിന്റെ വരവിനായിട്ട് നമ്മള് ആർത്തിയോടെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തില് എവിടെയൊക്കെയോ നമ്മൾ നാളെ നേരം വെളുക്കും, നമ്മളിങ്ങനെ പോകും, ബൈബിള് വായിക്കും. പക്ഷെ എത്രത്തോളം കർത്താവെ നീ വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന എത്ര പേരുണ്ട്? നേരം വെളുത്തെഴുന്നേൽക്കുമ്പോ കർത്താവ് വന്നില്ലെങ്കിൽ, എന്റെ കർത്താവെ നീ വന്നില്ലല്ലോ എന്ന് വ്യസനത്തോടെ പറയുന്ന എത്ര പേരുണ്ട്? ഞാൻ എന്നോട് തന്നെ അപ്പം നമ്മുടെ വിശുദ്ധി കൂടാതെ ആർക്കും
ദൈവത്തെ കാണുവാൻ കഴിയില്ല. വിശുദ്ധീകരണം അത് ചിന്തയിൽ, നമ്മുടെ ഇമാജിനേഷനിൽ പോലും, കുടുംബജീവിതത്തിന് ഏറ്റവും വലിയ ഒരു 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 ടിപ്പാണ്, നമ്മുടെ ഇമാജിനേഷനിൽ പോലും പാപം ചെയ്യരുത്. ഇമാജിനേഷൻ, നമ്മുടെ ചിന്തകളിൽ പോലും പാപം ആയത്. കാരണം ഈ അഡൾട്ടറി ഫിസിക്കലായിട്ട് മാത്രമല്ല, അല്ലെ? ദൈവത്തിന് അതാ പറയുന്നത്, സ്ത്രീയെ ആഗ്രഹത്തോടെ നോക്കുന്ന ഹൃദയത്തെ വിചാരം. അപ്പൊ ഇതൊക്കെ അക്ഷരികരമായി അങ്ങനെ തന്നെയാണ്. അക്ഷരികമായി അങ്ങനെ ദൈവവചനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. ഇതിൽ നിന്ന് നമ്മള് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കണം. യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരാൾക്ക് ഒരിക്കലും പറ്റില്ല. ഒരു ഇമാജിനേഷനിൽ പോയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ദൈവജനത്തെ മൊത്തം എഴുതുന്ന ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ദൈവാത്മാവ് ഇടപെട്ടവര്, പൗലോസ് ഭയപ്പെട്ടത് എന്തിനെയാണ്? ഇത്രയും ലേഖനങ്ങളിൽ പൗലോസ് ഭയപ്പെട്ട എന്തിനെയാണ്? കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടപ്പോഴാണോ ഭയം വന്നത്? അല്ല. അണലി കടിച്ചപ്പോഴാണ്? അല്ല. പട്ടിണി കിടന്നപ്പോഴാണോ? ഇത്രയും അടിയൊക്കെ കിട്ടിയപ്പോ ഭയപ്പെട്ടോ? അത് ഭയപ്പെടുന്നതായിട്ട് പറയുന്നില്ല. ദൈവം എന്നോട് വ്യക്തമായി ഇടപെട്ട ഒരു വാക്യമാണ്. എന്നാൽ ഭയപ്പെട്ടത് സർപ്പം ഹൗവായെ ഉപായത്താൽ പോലെ ക്രിസ്തുയേശുവിനോടുള്ള നിർമ്മലതയും ഗാംഭീര്യതയും നിങ്ങൾ വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. മറ്റൊന്നും ഭയപ്പെട്ടിട്ടില്ല. നമ്മൾ വഷളായിക്കൊണ്ടിരിക്കുക. ഈ ക്രിസ്തീയ ഗോളങ്ങളെല്ലാം വഷളായിക്കൊണ്ടിരിക്കുക. വളരെ വഷളായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തില് ദൈവം നമ്മളെ വിശുദ്ധിക്കായിട്ട്, നമ്മളെത്ര പാപത്തിൽ നമ്മൾക്ക് കിട്ടിയ രക്ഷയുടെ ആഴം നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എത്രത്തോളം പാപത്തിൽ കിടന്ന ആഴം അറിഞ്ഞാലേ ആ രക്ഷയുടെ ആഴം നമുക്കറിയത്തുള്ളൂ. ഇതെല്ലാരും രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു. പക്ഷെ അതിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം പാപത്തിലാ കിടന്നുള്ള ആ ആഴം, അല്ലെ? എത്ര പടുകുഴിയിലാ കിടന്നിരുന്നത്, അതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കിയാലേ രക്ഷയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രക്ഷയുടെ വലിപ്പം മനസ്സിലാക്കണം. കിടന്ന കുഴിയുടെ വലിപ്പം മനസ്സിലാക്കിയാലേ നമുക്ക് കിട്ടിയ രക്ഷയുടെ ആഴം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് വിശുദ്ധിയില്ലാതെ ഒന്നും, നീതീകരണത്തിന്റെയും തേജസ്കരണത്തിന്റെയും നടുക്കൊരു പാലമുണ്ട്. ആ പാലം അത്ര വിശുദ്ധീകരണം. ആ പാലത്തിലൂടെ അതെ, ഓരോ നിമിഷവും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണവും വിശുദ്ധീകരണവും എല്ലാം പ്രാപിച്ചെന്തുവാ ജീവിപ്പാനേ നമുക്ക് കഴിയത്തുള്ളൂ. നമ്മൾ മണ്ണല്ലേ, മണ്ണിൻ്റെതായ പ്രവർത്തികൾ പലപ്പോഴും നമ്മളിലുണ്ടാകും. പക്ഷേ അതിനെ ജയിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ച് കർത്താവിൻ്റെ വരവ് വരെയും അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയും നല്ലൊരു ക്രിസ്തീയ ജീവിതം ദൈവവചനപ്രകാരം നയിക്കണം. അത് സിസ്റ്റർ പറഞ്ഞൊരു വളരെ ശരിയായ ഒരു കാര്യമാണ്. ഇന്നത്തെ ആത്മീയ ഗോളത്തിൻ്റെ ഇടയിൽ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ ഒരു ഉപായത്തിൻ്റെതായ ചില വചനങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അതാണ് മനുഷ്യനെ ഇന്ന് വലിച്ചുകൊണ്ട് യേശുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോവും. ആ വാക്കിന്റെ ആഴം ഭയങ്കരമാ. നമ്മളതിരുന്ന് ചിന്തിച്ചു, ഏകാഗ്രത നമുക്കുണ്ട്. വീണ്ടും ജനിച്ച സമയത്ത്, നമുക്ക് രക്ഷിക്കപ്പെട്ട സമയത്തുള്ള ആ ഏകാഗ്രത നമുക്കുണ്ടോ? ഇല്ല. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന പ്രശ്നം എന്താ? എനിക്ക് കുഞ്ഞുങ്ങളോടും കൂടെ ഒരു വാക്ക് പറയാനുണ്ട്. ഇന്ന് വിവാഹം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങള് മിക്കവരും അവരവരുടെ തന്നെ കണ്ടുപിടിക്കുവോ? ഇന്ന് അവർക്ക് അവരുടെ ആ താല്പര്യത്തിനും അവരുടെ ഇതിലൊക്കെ അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണോ എന്ന് ഞാൻ അതിനൊന്നും പറയുന്നില്ല. എങ്കിലും നമുക്ക് അങ്ങനെയാണെങ്കിൽ ദൈവവചനം പറഞ്ഞേനെ, ഭാര്യമാരെ എന്നും പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്, ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്, അമ്മയപ്പന്മാരെ എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാമുകന്മാരെ നിങ്ങൾക്കുള്ള ഉപദേശം കൂടെ ദൈവവചനത്തിൽ തന്നേനെ. അപ്പൊ ഇതിനകത്ത് നമ്മളായിട്ട് കുഞ്ഞുങ്ങളോട് ഇല്ലയോ? എനിക്ക് പലരും ഡേറ്റിങ്ങിനെ, ഇന്ന് ഒരുപാട് പേര് ഡേറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതൊക്കെ ദൈവവചനത്തിന്റെ പ്രകാരം തെറ്റാ സിസ്റ്റർ. അതെല്ലാം ദൈവവചനത്തിന്റെ പ്രകാരം തെറ്റാണ്. ദേവദോസ്തവം പറയുന്നത് കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൾ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പൗലോസ് നമ്മളോട് പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു. ഈ അങ്ങനെയുള്ള പ്രശ്നത്തിന് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോ ആ ഒരു സ്നേഹം ദൈവത്തെ നിന്ന് ഡിവീറ്റ് ചെയ്ത് പോകും.
അവിടെയാണ് അതിന്റെ പ്രശ്നം വരുന്നത്. അല്ലാതെ നമ്മൾക്ക് ഒരാളെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല, അങ്ങനെയല്ല. പക്ഷെങ്കിൽ അവിടെയാണ് സ്വാർത്ഥത്തിന്റെ ഉപായം അവിടെ വരുന്നത്. നമ്മൾ പലപ്പോഴും മാതാപിതാക്കളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല അവർ പ്രേമിച്ച് മറ്റോട് കൂടെ ഇറങ്ങി പോകുന്നതും കൂടെ ജീവിക്കാൻ പോണതും ഒക്കെ. പക്ഷെ മാതാപിതാക്കളെക്കാട്ടിലും അവർ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടാണ്. മനസ്സിലായി? ഇപ്പം ഈ മാതാപിതാക്കളെ ഇഷ്ടമാണ്. സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചെന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ, ഒന്ന് ദുരുപദേശങ്ങളിലും ഇതുപോലുള്ള നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ കാര്യങ്ങളും സർപ്പം ഹവ്വായെ ചതിച്ചതുപോലുള്ള വിഷയങ്ങളാണ്. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാനുള്ള പ്രമാണമില്ലല്ലോ. അപ്പം നാം എങ്ങോട്ടെങ്കിലും മാറിയാൽ അത് സർപ്പം ഹവ്വായെ ചതിച്ചു കൊണ്ടുപോകുന്നത്. അതാണ് സർപ്പം കടന്നു വന്ന് ചോദിച്ചത്, അല്ലയോ? ഏതൻ തോട്ടത്തിൽ സർപ്പം ഹവ്വായോട് ചോദിച്ചത് അതാണ്. അപ്പോൾ അവൾ അതിൽ നിന്ന് ദൈവം പറഞ്ഞതിൽ നിന്ന് മാറി ചില പറഞ്ഞതാണ് അവൾ അകലുവാൻ എന്തുവാ കാര്യമായത്. അപ്പോൾ ദൈവവചനം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് അതേപടി നാം ഫോളോ ചെയ്താൽ നമുക്ക് ശത്രു നമ്മെ തൊടാൻ ഇടയില്ല. എന്നാൽ അതിൽ നിന്ന് അതിൻ്റെ ഉപദേശങ്ങൾ കേട്ട് നമ്മൾ വഴുതി മാറുമ്പോഴാണ് സാത്താൻ നമ്മളെ എന്തോ ചെയ്യുന്നത്, പിടിച്ചു കൊണ്ടുപോകുന്നത്. ഓക്കെ സിസ്റ്ററെ, ഓരോ ഇനി എന്തെങ്കിലും സിസ്റ്ററിന് പറയാനും ദൈവത്തിൻ്റെ ആത്മാവ് സിസ്റ്ററിനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്പസമയം കൂടെ ഉണ്ട്. ഇല്ല, എനിക്ക് ഞാൻ പൊതുവെ വിവാഹം കഴിക്കാനുള്ളവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദൈവത്തിന്റെ ഇതിനായി കാത്തിരിക്കുക. നമ്മളായിട്ട് ഇനി എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളായിട്ട് ഒന്നിനും പോകണ്ട. ദൈവം തക്ക സമയത്ത് തക്കതായിട്ട് നമ്മൾ കാണിച്ചു തരും. അതിന് ദൈവത്തിന്റെ ഇതായിട്ട് മുന്നോട്ട് പോവുക. ഇനി ഇഷ്ടപ്പെടരുതെന്നോ, ഇന്നത്തെ കാലത്ത് നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ഒക്കെ പോകാൻ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പാടാം. കാരണം സംഭവങ്ങളൊക്കെ അങ്ങനെയാ, കുറച്ചൊക്കെ അവരെ അറിയണമെന്നില്ല. പക്ഷെ ഡേറ്റിങ്ങും മറ്റു കാര്യങ്ങളൊന്നും അത് ദൈവാനുപ്രകാരമല്ല, ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ദൈവത്തിന്റെ സമയത്ത് വെയിറ്റ് ചെയ്യുക. വിവാഹം നടക്കേണ്ടതാണ് ദൈവഹിതമെങ്കിൽ നടക്കും. അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനോട് പറയുന്നത്, ഒരിക്കലും വിശ്വസ്തത വിട്ട് നിങ്ങൾ അവിശ്വസ്തരാകരുത്. രണ്ടുപേരോടും, ഭാര്യയോടും ഭർത്താക്കന്മാരോടും ഒരിക്കലും അവിശ്വസ്തനാകരുത്. കർത്താവ് ഒരു കൂട്ടിച്ചേർപ്പ്, ഇടിഞ്ഞതിനെ പണിയുവാൻ കർത്താവിന് മാത്രമേ ഉള്ള അധികാരം. കർത്താവ് പൊളിഞ്ഞു പോയെന്ന് വിചാരിച്ച ഒരു കുടുംബജീവിതത്തെ കർത്താവ് പിന്നെയും കൂട്ടിച്ചേർത്തു. അനേകർക്ക് ആശ്വാസവും തണലും അനേകർക്ക് സിസ്റ്ററും കുടുംബവും നിങ്ങളുടെ ജീവിതം കൊണ്ട് അനേകരെ പിന്നെയും പണിഞ്ഞെടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടോ. ഓക്കെ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തെ കുറിച്ച് പറയുവാൻ, അങ്ങ് കർത്താവെ ഞങ്ങളെ കരുതിയ വിധങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ ഒക്കെ നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, വീണ്ടും കുറവുകളെയൊക്കെ കർത്താവ് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും കർത്താവെ, അവരുടെ കുടുംബജീവിതത്തിനും ഭാവി ജീവിതത്തിനും ഒക്കെ കർത്താവെ, എല്ലാ വിള്ളലുകളും എല്ലാ പ്രശ്നങ്ങളും മാറി ഒരു മടങ്ങി വരവ്, ക്രിസ്തുവിനെ ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട ഒരു കുടുംബജീവിതം നയിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിക്കണമേ. പ്രിയ സിസ്റ്ററിനോട് പ്രാർത്ഥിക്കുന്നു, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, സ്തോത്രം. പ്രാർത്ഥനയിലേക്ക് സ്തോത്രം, യേശു നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ദേവദാസി, കർത്താവിൻ്റെ ദാസിക്ക് ഡിവോഴ്സ് പാപമാണെന്ന് തോന്നിയത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനോട്, അതോ ഈ ചേസ് ജോസഫിന്റെ ആ ഒരു ദൈവവചന മെസ്സേജിലൂടെ മാത്രമാണോ? അതിനകത്ത് നമ്മളെ നിത്യതയെ ബാധിക്കുന്ന, അതുവരെ ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ പിരിഞ്ഞു, ഇങ്ങനെയൊക്കെ പോയാൽ മതി, മറ്റൊരു വിവാഹം കഴിച്ചില്ലെങ്കിൽ ഓക്കെ. പക്ഷെ അതിനകത്ത് പറയുന്നുള്ളത്, നമ്മുടെ ഇൻ കേസ് വേറൊരു വിവാഹം കഴിച്ചാല് ദൈവത്തിന്റെ മുന്നാകെ ദൈവസാക്ഷിയായിട്ട് നടന്ന വിവാഹം മാത്രമേ സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളൂ. ഭൂമിയിലാണ് ഡിവോഴ്സും അതും ഇതുമൊക്കെ നടക്കുന്നത്. അത് ദൈവമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അപ്പോൾ ദൈവത്തിന്റെ മുന്നാകെ മറ്റൊരു വിവാഹം കഴിച്ചാൽ എന്ത് സംഭവിക്കും? വ്യഭിചാരമായി മാറും. കാരണം ദൈവത്തിന്റെ ലിസ്റ്റിലോ ഒരു ഇത്, നമ്മൾ ഭൂമിയിലുള്ള ഡിവോഴ്സും ഇതൊന്നും ദൈവത്തിന്റെ മുന്നാകെ. അപ്പൊ അത് പിന്നെ മറ്റൊരു വിവാഹം കഴിച്ചാൽ, ഇനി വിവാഹം കഴിച്ചില്ലെങ്കിലും അത് നമ്മളെ നിത്യത, കാരണം ദൈവമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഭർത്താവിനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമാണ്. ഭാര്യയെ
കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമാണ്. കുഞ്ഞുങ്ങളെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമാണ്. ഒന്നും നമ്മുടെ സ്വന്തമല്ല. ഇതൊക്കെ നമ്മൾ ദൈവസന്നിധി കണക്ക് പറയേണ്ടി വരും. നമ്മള് മനുഷ്യൻ പറയുന്ന ഓരോ നിസ്സാര വാക്കിന് ന്യായവിധി ദിവസത്തിൽ കണക്ക് പറയേണ്ടി വരുന്നത് പോലെ തന്നെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പൈസയാകട്ടെ, വസ്തുവകളാകട്ടെ, ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മൾ കുറച്ചു നാള് ഈ വീട് എന്നെ കുറച്ചു നാള് ഞാൻ ഇവിടെ താമസിക്കാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ ഒരു ചിന്ത ഇന്ന് മറ്റത് ഇങ്ങനെ സുവിശേഷകരെല്ലാം ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ വിധത്തിലും. ഇന്ന് സൈക്കിൾ ഉണ്ടായിരുന്നവർക്ക് ഇപ്പം അത് മാറി, ഇപ്പം ഭാര്യയ്ക്കൊരു കാറ്, ഭർത്താവിനൊരു കാറ്, മക്കൾക്ക് ഇങ്ങനെ. എന്റെ സിസ്റ്റർ, അതൊക്കെ ഈ പുതിയ പുതിയ കുറെ സുവിശേഷകർ ഇറങ്ങിയിട്ടുണ്ട്, പുതിയ ടൈപ്പ് ഉപദേശവുമായിട്ട്. അവരുടെ ഇടയിലാണ് ഇതൊക്കെ എന്തോ ചെയ്തത്. കഴിഞ്ഞ ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ, 10-20 വർഷത്തിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഒരു ഉപദേശം ഇന്ത്യക്കകത്ത് കടന്നു വന്നു. അത് പൈശാചിക ഉപദേശങ്ങളാണ്, ദൈവവചനത്തിലില്ലാത്ത ആ ഉപദേശങ്ങളിൽ വീണ് കുടുങ്ങിപ്പോയ ഒരുപാട് പേരുണ്ട്. ഇപ്പം അതുകൊണ്ടാണ് അതിങ്ങനെ മറ്റുള്ളവരത് ഫോളോ ചെയ്യുന്നവരും ഉണ്ട്. ദൈവവചനം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നവർ അതിനകത്ത് ഒരിക്കലും എന്തോ ചെയ്യത്തില്ല, വീഴത്തില്ല. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വിവേചനത്തിൻ്റെ ആത്മാവിനെ നൽകി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വീഴാതെ പൗലോസ് പറയുന്ന പോലെ ദൈവവചനം നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നമുക്ക് വിവേചിപ്പാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വിവേചിച്ച് ദൈവകൃപയിൽ നാം യാത്ര ചെയ്യണം. ഈ ദുരുപദേശങ്ങളിൽ അകപ്പെട്ടു പോയാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. സിസ്റ്ററൊക്കെ ഒക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നുപോയി. പക്ഷേ കർത്താവ് പണിഞ്ഞെടുത്തല്ലോ സിസ്റ്ററെ. പിന്നെ ദൈവം തന്ന ഒരു പൈസയ്ക്ക് പോലും നമ്മൾ കണക്ക് പറയേണ്ടത്. തീർച്ചയായും ദൈവം അത് നമ്മുടെ കുടുംബ സ്വത്താകട്ടെ, നമ്മളല്ലാതെ ജോലി ചെയ്തുണ്ടാകട്ടെ, ഏത് സുവിശേഷ വേലയിൽ നിന്നുണ്ടാകട്ടെ, അതിനെല്ലാം നമ്മൾ കണക്ക് പറയേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട്. ഈ കണക്ക് പറയുന്ന അത് ആരും തിരിച്ചറിയുന്നില്ല. ദൈവം തന്നു, ദൈവം ഞങ്ങൾക്ക്. പക്ഷെ ഇതിനെല്ലാം വി ആർ അക്കൗണ്ടബിൾ. അവിടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം. 10 പൈസ കിട്ടിയാൽ എങ്ങനെ ഉപയോഗിക്കുന്നു? കുഞ്ഞുങ്ങളെ നമ്മൾ ഞാൻ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അതിന് ഞാൻ അക്കൗണ്ടബിളാണ്. ഭർത്താവ്, ഭാര്യ, എല്ലാം. പേരൻസിന്റെ കൂടെ പറയാം. ഇന്ന് അനേകർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രായമുള്ള, പ്രത്യേകിച്ച് അമ്മായിപ്പനെ അമ്മയെ നോക്കുക, അതുപോലെ തന്നെ സ്വന്തം പേരൻസിനെ നോക്കുക. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ഒതുങ്ങാനാണ് താല്പര്യം. ദൈവം എന്നെ അതും പഠിപ്പിച്ചു. നമ്മൾ അതിനും കണക്ക് പറയേണ്ടത്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മാതാപിതാക്കളാണ്. അത് അമ്മായിയമ്മയാകട്ടെ, അമ്മായിയപ്പനാകട്ടെ, അവർക്ക് ചെയ്യാനുള്ള മാക്സിമം ചെയ്തു കൊടുക്കുക. നമുക്ക് ചെയ്യുന്ന പോലെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്ന പോലെ, അത് കുഞ്ഞുങ്ങളെ കെട്ടിച്ചുവിടുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണം. തീർച്ചയായും അവര് ചിലപ്പം കുറച്ച് അറകണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് വാശികളും ഇതൊക്കെ കാണും. പക്ഷെ നമ്മള് അവരെ നോക്കിയിരിക്കണം. എത്രയും നോക്കാവോ അത്രയും നോക്കിയിരിക്കണം, സ്നേഹിക്കണം, കൂടെ സമയം ചെലവഴിക്കണം. ഇതൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ പഠിപ്പിച്ച എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പഠിപ്പിച്ച കാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. നാം ദൈവത്തിൽ നിന്നും ദൈവം നമ്മെ പഠിപ്പിക്കുന്നതാണ്. കർത്താവ് സിസ്റ്ററിനെ ഇത്രത്തോളം പഠിപ്പിച്ച് ദൈവത്തിന് കൊള്ളാവുന്ന നല്ലൊരു ഇതാക്കി കൊണ്ടുവന്നല്ലോ കുടുംബമായിട്ട്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. താങ്ക്സ് ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേകർക്ക് പ്രയോജനമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, ക്ഷീണിച്ച് തളർന്ന് ഒന്നും ഇരിക്കേണ്ട. കർത്താവ് എൻ്റെ വേലയിൽ പിന്നെയും വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, God bless you, sister. Thank you.